ഡേയ്സ് ചലഞ്ച്. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ് ഗായ്സ്. സോ ഞാൻ വിചാരിച്ചു ഒരു ചലഞ്ച് ചെയ്യാമെന്ന്. ആൻഡ് ഐ വിൽ അപ്ലോഡ് വീഡിയോസ്. അപ്പോൾ യൂട്യൂബിൽ വീഡിയോ ആയിട്ട്, കാരണം ഞാൻ യൂട്യൂബിൽ വീഡിയോ അങ്ങനെ കുറേ നാളായിട്ട് അപ്ലോഡ് ചെയ്യാറില്ല. ഒരു വർഷത്തോളമായി തോന്നുന്നു. അപ്പം ഞാൻ ഒരു 30 ഡേയ്സ് ചലഞ്ച് വേറൊന്നിനു വേണ്ടിയിട്ടല്ല, ടു മേക്ക് മീ ബെറ്റർ, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. സോ ഞാൻ വിചാരിച്ചു ഒരു 30 ഡേയ്സ് ചലഞ്ച് എടുക്കാം. ഒരു 5 മണി അല്ലെങ്കിൽ 5:30 ആ ഒരു ടൈമിൽ എണീക്കുക, ആ ദിവസത്തെ എന്തൊക്കെ ചെയ്യുന്നത്. സോ ഇതാണ് മെയിൻ പർപ്പസ്. രാവിലെ എണീക്കുക, മെഡിറ്റേഷൻ, എക്സസൈസ് ആൻഡ് ഇതെല്ലാം ചെയ്യുക എന്നുള്ളതാണ്. സോ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ടുഡേ ഈസ് മാർച്ച് 18 ആണ് ഇന്ന്. സോ ഇന്ന് തൊട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഇത് ഇന്ന് മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് എന്നെക്കൊണ്ട് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് പോലും ഐ ഡോണ്ട് നോ. ബിക്കോസ് ഞാൻ അങ്ങനെ ഒരു ആളാണ്. രാവിലെ എണീറ്റ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റുന്ന, എനിക്ക് ഉറക്കമില്ലാത്ത ഭ്രാന്തുള്ള ഒരാളാണ്. സോ ഐ ഡോണ്ട് നോ, ബട്ട് ഐ വിൽ ട്രൈ. സോ നമുക്ക് നോക്കാം. ഇറ്റ്സ് ആക്ച്വലി 5:35 ആയി. ആക്ച്വലി ഞാനിത് സ്റ്റാർട്ട് ചെയ്യാൻ മെയിൻ കാരണം എനിക്കിത് കൊണ്ടുപോകാൻ പറ്റുമോ, ഐ ഹാവ് ടു ചെക്ക് മൈ സെൽഫ്. വലിയ മോട്ടിവേഷൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആവണം. സോ ഞാൻ ഭയങ്കര ലേറ്റായിട്ടാണ് കുറേ നാളായിട്ട് എണീക്കുന്നതും. ഒരു പ്രായം വരെ ഏകദേശം 6:30-7 മണിക്കൊക്കെ എണീക്കുന്ന ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴൊക്കെ കറക്റ്റ് 5 മണിക്ക് 5:30-ക്കൊക്കെ എണീറ്റ് ട്രെയിനിലൊക്കെ പോയിക്കൊണ്ടിരുന്ന ആളാണ് ഞാൻ. ബട്ട് ആഫ്റ്റർ ദ ഡിഗ്രി ഭയങ്കര ലേസി ആയ പോലെ തോന്നുന്നുണ്ട്. അപ്പം ഇപ്പോൾ ഐ ജസ്റ്റ് വോണ്ട് ടു ബി ബെറ്റർ, യുനോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ഡിഗ്രി ആയപ്പോൾ ഞാനിത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ ഐ വോണ്ട് ടു ബിക്കം മോർ ആക്റ്റീവ്. കുറേ സമയം കളയുന്ന പോലെ തോന്നി. സോ അത് എനിക്ക് മാറ്റണം, സക്സസ്ഫുൾ ആവണം. സോ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് നമ്മുടെ ലൈഫിൽ വരുത്തണം. സോ എങ്കിൽ മാത്രമേ നമുക്കത് നമ്മളുടെ ലൈഫ് നമുക്കേ മാറ്റാൻ പറ്റൂ. സോ ഐ തോട്ട് ഇന്ന് മുതൽ നമുക്കൊന്ന് ആ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. മെഡിറ്റേഷൻ ആവാം. സോ ഞാൻ കുറച്ച് നാളായിട്ട് ഞാൻ അല്ലാതെ തന്നെ ചെയ്യുന്ന ഒരു സാധനമാണ് ഇഷ്ക്രിയ, ലൈക്ക് സദ്ഗുരുവിൻ്റെ. അല്ലാതെ തന്നെ അതിപ്പോൾ രാവിലെ എണീക്കുന്നൊന്നുമില്ല, ബട്ട് അല്ലോ ഞാനത് ചെയ്യാറുണ്ട്. അത് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴെങ്കിലും പാനിക് ആകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ആൻസൈറ്റി വരുമ്പോഴോ ഞാനത് ചെയ്യാറുണ്ട്. ദാറ്റ് ഹെൽപ്പ് മീ സോ മച്ച്. സോ കുറച്ചൊക്കെ ഇങ്ങനെ കാമായിട്ടൊക്കെ ഇരിക്കാൻ എനിക്ക് ഇത് ചെയ്ത് കഴിയുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നുണ്ട്, എന്താണ്ടൊക്കെ ചെയ്തു എന്ന് തോന്നും. സോ ദാറ്റ് അത് നമുക്ക് ചെയ്യാം. Keep your eyes closed and just sit still. Let your face slightly turn outward. ക്രിയ ചെയ്തു. ഇറ്റ് വാസ് ഗുഡ്. ലൈക്ക് കുറേ നേരം, ഏകദേശം ഒരു 14 മിനിറ്റ് ഉണ്ട്. ആ 14 മിനിറ്റിൽ വി ജസ്റ്റ് ക്ലോസ് അവർ ഐസ് ആൻഡ് ദാറ്റ് വാസ് ഗുഡ്. പിന്നെ ഞാൻ നാട്ടിൽ നിന്നപ്പോൾ ജിമ്മിൽ പോയപ്പോൾ ഞാൻ ചെയ്ത കുറച്ച് എക്സസൈസും ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, എനിക്ക് അത്യാവശ്യം വണ്ണമേ ഉള്ളൂ എന്ന് എനിക്കറിയാം. ബട്ട് ഐ ജസ്റ്റ് നീഡ് ഒരു ഷേപ്പ് ആക്കിയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം ചെറുതായിട്ട് ബെല്ലി ഫാറ്റ് ഉണ്ട് എനിക്ക്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറയ്ക്കാമെന്ന് നോക്കാം. നമുക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ അത്ര വലിയ എക്സ്പേർട്ട് എന്താ പറയുക, എക്സസൈസ് ചെയ്യുന്ന ഒരാളോ ജിമ്മിൽ പോകുന്ന ഒരാളോ ഒന്നുമല്ല. അപ്പം ഞാൻ കണ്ടിട്ടുള്ളതും ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള എക്സസൈസുകളും ഒക്കെയാണ് ഞാൻ ചെയ്യുന്നത്. എന്താ പറയുക, ശുക്രിയ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് ആയി. അപ്പം ഇപ്പോൾ കുറച്ച് ഫോക്കസ്, ലൈക്ക് നമുക്കത് ചെയ്യാനായിട്ട് കുറച്ച് ഇതൊക്കെ തോന്നും. മീൻസ് അത് ആ ഒരു ഓക്കെ ഇത് ഇങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളൊരു തോട്ട് വന്നു തുടങ്ങി. ഓക്കെ, അപ്പം ഇപ്പോൾ കുറച്ചൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്.
കുറച്ച് ഫോക്കസ്ഡായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് ചെയ്യാം. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന എല്ലാം മെഡിറ്റേഷൻ ആവണമെന്നൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ദ തിങ് ഈസ് ആ ഒരു അറ്റ്മോസ്ഫിയറിലിരിക്കുക, ഭയങ്കര ഫോക്കസ്ഡായിട്ടിരിക്കുക. ദാറ്റ് ഇസ് വെരി, അതൊക്കെ വളരെ മെഡിറ്റേഷൻ ഭയങ്കരമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റുന്നതാണ്. മേ ബി വൺ ഡേ വി വിൽ ഓൾസോ ബിക്കം അതുപോലെ ആകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതാനുണ്ട്. 30 ദിവസത്തെ ചലഞ്ച് ഏറ്റെടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷം വരത്തില്ലേ? ആ ഒരു ഡോപ്പമൈൻ റിലീസ് ചെയ്യുന്നുണ്ട് എനിക്ക്. സോ ഞാൻ ട്രൈ. ഞാൻ ഭയങ്കര വിരളമായിട്ട് ഇത് കണ്ടിട്ടുള്ളായിരുന്നു, ഈ മോർണിംഗ് വൈബ്സ്. കൊള്ളാം. കോഫി, സത്യത്തിൽ ഗൈസ്, എനിക്ക് യൂട്യൂബിൽ വീഡിയോ എടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഇങ്ങോട്ടാണോ നോക്കേണ്ടത് അങ്ങോട്ടാണോ എന്താ നോക്കണോ തിന്നകത്തോട്ട് നോക്കണോ എന്നുള്ള കൺഫ്യൂഷനാണ് ഇപ്പോൾ. ഹെയർ സ്റ്റൈൽ ഒട്ടും ഉണ്ടാക്കാൻ അറിയാത്ത ആളാണ്. ഇപ്പോൾ ഏകദേശം 9:27 ആയി. 10 o'clock ക്ലാസ്സാണ്. സോ നമുക്ക് ഫുഡ് കഴിക്കാം. എൻ്റെ ഫുഡ് കാണും, ഗ്രീപ്സും പിന്നെ മട്ടൺ, പിന്നെ ഒരു ഗ്ലാസ് ഫുൾ വെള്ളം. ഇത്രയാണ് ഞാൻ കുടിക്കുന്നത്. രാവിലെ ഓൾറെഡി കോഫി കുടിച്ചതുകൊണ്ട് വേറെ പാലായിട്ടൊന്നും എനിക്ക് കുടിക്കുന്നില്ല. സോ ഞാൻ ഇപ്പോൾ റെഡി ആയി. ഓക്കെ, കോളേജിൽ പോയിട്ട് വരാം. എല്ലാം ഒരുപോലെ ഇരിക്കുന്നത് എന്താണെന്നല്ലേ. അപ്പം ഞാനിപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വന്നേ ഉള്ളൂ. ആക്ച്വലി 3 o'clock. ഞങ്ങൾ ആക്ച്വലി നേരത്തെ വിട്ടു. ഭയങ്കര സന്തോഷമുണ്ട്. പാരസൈറ്റ് വരുന്നു. ആക്ച്വലി എനിക്ക് ഈ 3rd ഇയറിൽ എല്ലാ വിഷയവും അത്യാവശ്യം ഇഷ്ടമാണ്. കുറച്ച് ബോറിംഗ് ഒക്കെ ആണ് അവിടെ ഇവിടെയൊക്കെ. പക്ഷേ എങ്കിലും പ്രാക്ടിക്കലൊക്കെ നമുക്കൊന്നും ചെയ്യിപ്പിക്കാറില്ല. വല്ലപ്പോഴേക്കും എന്തെങ്കിലും ചെയ്യിപ്പിച്ചാലായി. പക്ഷേ ഒരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റാണ്. പക്ഷേ പാടാണ്. ഫാർമക്കോളജിയൊക്കെ പാടാണ്. ബട്ട് കുഴപ്പമില്ല. നമുക്കിങ്ങനെ ടീച്ചേഴ്സും വലിയ അങ്ങനെ നമ്മൾ പേടിപ്പിച്ച്, സെക്കൻഡ് ഇയർ അങ്ങനെയൊന്നുമില്ല, നമ്മൾ പേടിപ്പിച്ച് പണ്ടാരടക്കിയിട്ട് ഉള്ള ടീച്ചേഴ്സായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യത്തെല്ലാം നല്ല ടീച്ചേഴ്സാണ്. നമ്മളോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന ടീച്ചേഴ്സാണ്. നമ്മളെ ഒരുമാതിരി നമ്മളെ പുച്ഛിച്ച് കാണുന്നവർ കുറവാണ്. നമ്മളെ പുച്ഛിക്കുന്നവരുണ്ടെങ്കിലും പുച്ഛിക്കുന്നത് കുറവുള്ള ടീച്ചേഴ്സാണ്. പിന്നെ നമ്മൾ കുറച്ചുകൂടി എന്താ പറയുക, ഭയങ്കര ഫ്രീ ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന കുറച്ച് ക്ലാസ്സുകളാണ്. കഴിഞ്ഞ വർഷം അങ്ങനെ അല്ലായിരുന്നു ഗൈസ്. കഴിഞ്ഞ വർഷം സോ ബാഡായിരുന്നു കഴിഞ്ഞ കുറച്ച് അവസ്ഥ. സോ ഇനി എനിക്കൊന്ന് കുളിക്കണം, ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് വരാം. ബൈ. അത്ര പഴയതൊന്നുമല്ല, ബട്ട് പക്ഷേ എങ്കിൽ പോലും പഴയ സോങ്സ് ഞാനിപ്പോൾ ഒരുപാട് കേൾക്കാറുണ്ട്. ഹിന്ദി സോങ്സ് ആണെങ്കിലും ഒക്കെ. ഇറ്റ്സ് ലൈക്ക് അടിപൊളി, ഭയങ്കര റിലാക്സിങ് ആണ് കേട്ടോ അതൊക്കെ കേട്ടാൽ. അപ്പോൾ ഏകദേശം ഇപ്പോൾ 6:30 കഴിഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. വന്ന് 3 മണിക്ക് ശേഷം കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്തു. ഉറങ്ങിയൊന്നുമില്ല, ഉറക്കം അങ്ങനെ വരുന്നൊന്നുമില്ല കേട്ടോ. പക്ഷേ നമ്മൾ ഫസ്റ്റ് ഡേ ആണല്ലോ നമ്മുടെ ചലഞ്ചിൻ്റെ. അപ്പം അടുത്ത ദിവസം ആകുമ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഉറക്കമൊക്കെ വരുന്നത്. പക്ഷേ അങ്ങനെയൊന്നും വന്നില്ല. ഞാൻ എടുത്തു വെച്ചിരുന്ന വീഡിയോസൊക്കെ എഡിറ്റിംഗ് ആപ്പിലോട്ട് മാറ്റി. കാരണം എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഇല്ല, അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അതൊക്കെ മാറ്റി. എന്നിട്ട് ആദ്യത്തെ കുറേ പോർഷൻസൊക്കെ എഡിറ്റ് ചെയ്തു. ഇനി ഇതും കൂടി കയറ്റി ബാക്കി എഡിറ്റ് ചെയ്ത് ഞാൻ ഇന്ന് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പം ഡെയിലി നമ്മൾ ചെയ്തു പോവുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി, നമ്മൾ കുറച്ച് എൻഗേജ്ഡ് ആവുമല്ലോ. സോ ഇപ്പം ഞാൻ വിളക്കൊക്കെ കത്തിച്ചു. അത് ജസ്റ്റ് ക്യാൻഡിലാണ് കത്തിക്കുന്നത്. വിളക്കൊന്നും കത്തിക്കാൻ നമ്മൾ അത്ര സജ്ജീകരണം ഇല്ലല്ലോ. അപ്പം അത് പ്രാർത്ഥിക്കുമ്പോൾ ഒരു സന്തോഷം. ജസ്റ്റ് ഒരു 2 മിനിറ്റ് പോലും ഒക്കെ പ്രാർത്ഥിക്കുള്ളൂ. ഞാൻ രക്ഷിക്കണേ, എല്ലാം നന്നായിട്ട് നടക്കണേ എന്ന് മാത്രം പ്രാർത്ഥിക്കും. സോ എനിക്ക് തോന്നുന്നു ഒരു പ്രാർത്ഥന എപ്പോഴും നല്ലതാണ് നമുക്കെന്ന് എനിക്ക് പേഴ്സണലി എൻ്റെ അഭിപ്രായമാണ്. അങ്ങനെ മറു അഭിപ്രായമുള്ളവർ അതും ഞാൻ മാനിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെത് ഇതാണ്, എൻ്റെ വ്യക്തിപരമായിട്ടുള്ളത്. സോ ആക്ച്വലി അത് ഭയങ്കര പീസ്ഫുള്ളാണ്. ഞാൻ ഒരു പ്രായത്തിൽ ഭയങ്കരമായിട്ട് പ്രാർത്ഥനയുള്ള ഭയങ്കര ദൈവവിശ്വാസിയായിരുന്നു ഞാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു അഡോളസൻ്റൊക്കെ ആയപ്പോഴത്തേക്ക് ഭയങ്കര മൂഷായിട്ടായി. പിന്നെ അതിന് ശേഷം ഞാൻ വീണ്ടും ഇപ്പം എനിക്ക് ഭയങ്കര സമാധാനമാണ് പ്രാർത്ഥിക്കുമ്പോൾ. ആൻഡ് ഓക്കെ, അപ്പോൾ ഇപ്പം ഞാൻ ചായ ഇട്ടു, പ്രാർത്ഥിച്ചിട്ട് പിന്നെ ഞാൻ വീണ്ടും ബുക്ക് വായനയിലേക്ക് പോവാണ്. കുറച്ച് പേജസേ ആയുള്ളൂ കേട്ടോ, ബാക്കിയും കൂടി വായിക്കണം. കാരണം ഒരുപാട് ഇങ്ങനെ ബ്രെയിനിനെ കുഴപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെയാണ് വായിക്കുന്നത്.
ഇപ്പോൾ ഇന്ന് എൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് 30 days ചലഞ്ചിൻ്റെ. അപ്പം നാളെ തൊട്ടും എല്ലാ വീഡിയോസും എല്ലാ ദിവസവും ഞാൻ അപ്ലോഡ് ചെയ്യാൻ മാക്സിമം എല്ലാ വീഡിയോസും അതേ ദിവസം തന്നെ അപ്ലോഡ് ചെയ്യാനായിരിക്കും ഞാൻ ശ്രമിക്കുന്നത്. ആൻഡ് ഓക്കെ, അപ്പോൾ എല്ലാവരും എൻ്റെ ഈ 30 days ചലഞ്ച് കാണുക. 30 ദിവസത്തിൽ എനിക്ക് വരുന്ന ചേഞ്ച് എന്താണെന്ന് നിങ്ങൾ നോക്കുക, എനിക്കും അറിയണം. നിങ്ങൾ ആർക്കെങ്കിലും കൂടെ പാർട്ടിസിപ്പേറ്റ് ആണെങ്കിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തോളൂ. ഓക്കെ, താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സോ താങ്ക് യു, ബൈ ബൈ ഗായ്സ്.